ആദ്യമേ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിങ്ങളിവിടെ ഒരുമിച്ച് ചേർന്നത്, ആ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നി ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഇസ്ലാം വിമോചനത്തിൻ്റെ നിത്യപ്രചോദനം എന്ന തലക്കെട്ടിൽ ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വ്യാപകമായി നടത്തുന്ന അതിൻ്റെ 40-ാം വാർഷിക പരിപാടിയുടെ ജില്ലാ സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2024 പ്രത്യേകിച്ച് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുക എന്നത് തന്നെ വലിയ ത്യാഗോജ്ജലമായ ഒരു ചരിത്രമായിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറത്തുകാരെ കുറിച്ച് ധാരാളമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മലപ്പുറത്തെ പെണ്ണിനെ കുറിച്ച് ധാരാളമായി ആളുകൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീ, എങ്ങനെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി, എങ്ങനെയാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥിനി സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. ജീവിതത്തിൻ്റെ ഓരോ ചിട്ടയെക്കുറിച്ചും ഓരോ മിനിറ്റിനും സെക്കൻഡിനും എങ്ങനെ നിങ്ങൾ നടക്കണമെന്നും എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും എന്തു ഭക്ഷിക്കണമെന്നും എങ്ങനെ ഭക്ഷിക്കണമെന്നും അടക്കം ജീവിതത്തിൻ്റെ ഓരോ ഇമയനക്കങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു കൂട്ടരെന്ന മട്ടിൽ ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു അതിരടയാളങ്ങൾ സൂക്ഷിക്കുന്നവരാണ് തീർച്ചയായിട്ടും മുസ്ലിം പെൺകുട്ടികളായ, മുസ്ലിം വിദ്യാർത്ഥിനികളായ, അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമുക്ക് മുമ്പുള്ള ജീവിതം പലതരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും അതിരുകളില്ലാത്ത ആസ്വാദനത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ക്യാമ്പസുകൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വർത്തമാനങ്ങളാണ്. പുതിയ ട്രെൻഡുകൾ അതാണ്, പുതിയ മുദ്രാവാക്യങ്ങൾ അതാണ്. നിങ്ങൾ വരൂ, അർമാദിക്കൂ, ആസ്വദിക്കൂ, ആനന്ദരകമാക്കൂ ഈ ജീവിതം. എന്നിട്ട് നിങ്ങളെ വേറൊരു ലോകത്തേക്ക് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന പുരോഗമന നവ ലിബറൽ സംസ്കാരത്തിൻ്റെ ഒരു കുത്തൊഴുക്കിൽ പെട്ട് കിടക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകുവാൻ ഞങ്ങൾ തയ്യാറല്ല. പിടിച്ചു നിൽക്കുവാൻ ഒരു ആദർശമുണ്ട് എന്നതാണ് തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പെൺകുട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഞാൻ അഭിമാനത്തോടു കൂടി മനസ്സിലാക്കുകയാണ്. GIO അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ 40 വർഷക്കാലം അതിലെ പെൺകുട്ടികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, നിങ്ങൾ ഒരു ആദർശത്തിൽ നിലകൊള്ളുന്നവരാണ്. നിങ്ങളുടെ ഐഡന്റിറ്റിയെ ഒരു ആശയത്തിന് വേണ്ടിയും ബലി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാവരുത് എന്നത് തന്നെയാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൻ്റെ പല കോണുകളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അത് യാത്രാവേളകളിലാവട്ടെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലാവട്ടെ, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാവട്ടെ, പലപ്പോഴും പലതരത്തിലുള്ള കമൻറ്റുകൾ കേൾക്കേണ്ടി വരുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈയടുത്ത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് പറഞ്ഞത്, മുസ്ലിം പെൺകുട്ടികളെ, പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികളെ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, പുരോഗമനത്തിലേക്കാണ് അവരെ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരെ തട്ടമഴിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചതും അതിനവരെ പ്രാപ്തരാക്കിയത് ഞങ്ങളാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്താണ് നമ്മൾ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. GIOവിൻ്റെ സമരകാലത്തെക്കുറിച്ച് ഇവിടെ സംസ്ഥാന സാരഥി കൃത്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഹിജാബിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് എനിക്ക് തന്നെ ഓർമ്മയുള്ള ചില സമരങ്ങളുണ്ട്. ഞങ്ങൾ തന്നെ പങ്കെടുത്ത, നമ്മളുടെ ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ ധർണ, വ്യത്യസ്തങ്ങളായ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് അവർ സമർപ്പിച്ച ഹർജികളും പരാതികളും, വനിതാ കമ്മീഷന് മുമ്പിൽ നടത്തിയ പരാതികൾ, അവർ നടത്തിയ ജനകീയ കൂട്ടായ്മകളും അത്തരത്തിലുള്ള പരാതിയും മറ്റും സമർപ്പിച്ചിട്ടും
കേരളത്തിലെ തന്നെ 36ഓളം സ്ഥാപനങ്ങളിൽ ഇന്നും ഹിജാബിട്ട് പെൺകുട്ടികൾ കയറിയാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അസംബ്ലിയിൽ നിന്ന് മാറി നിൽക്കണം, അതെങ്കില്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് ക്ലാസ് റൂമിന് പുറത്തു നിൽക്കണം. പലപ്പോഴും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റിനകത്തേക്ക് പെർമിഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഹിജാബ് നിങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് അകത്ത് ചുരുട്ടി വെച്ചതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു മതേതര നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെയും ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവരാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വർത്തമാനം പറയുന്നത്. പക്ഷെ അവർ കണ്ട് മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ, വിദ്യാഭ്യാസം നേടുവാൻ, ആക്ടിവിസങ്ങളിൽ വ്യാപൃതരാകുവാൻ, തൊഴിലിടങ്ങളിൽ പണിയെടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുവാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നത് തന്നെയാണ് അവരുടെ ഇക്കാലം അത്രയുമുള്ള മറുപടി എന്നതിന് തെളിവാണ് ഈയടുത്ത് കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിന് മുമ്പിൽ നടന്ന ഒരു സമരം. അത് പ്രൊവിഡൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം അത് പ്രൊവിഡൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിലെ മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിലും ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഹിജാബ് ധരിച്ച് നിങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന് തിട്ടൂരം കൽപ്പിക്കുന്ന ചില ആളുകൾ ഇന്നുമുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. പക്ഷെ അവരുടെ മുമ്പിൽ കൃത്യമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കുവാൻ, ഞങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ, ഞങ്ങളുടെ സാമൂഹിക പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടണമെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പല മുദ്രാവാക്യങ്ങളിലൂടെയാണ് ഇന്ന് പലരും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നത്. പല ലിബറൽ ആശയങ്ങളും മനഃപൂർവ്വം ഇഞ്ചക്റ്റ് ചെയ്യുവാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് മെല്ലെ മെല്ലെയായിരിക്കും നമ്മളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുക. നമ്മളിലേക്ക് തന്നെ ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്കത് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളെ തന്നെ സമുദായത്തിലെ മുസ്ലിം പെൺകുട്ടികളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. പലപ്പോഴും പുരോഗമന ആശയങ്ങളെന്ന് പറഞ്ഞ് നമ്മളിലേക്ക് ഇട്ടുതരുന്ന പല ആശയങ്ങളും ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും നമ്മളെ വളരെ വിദഗ്ധമായിട്ട് തെറ്റിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വസ്ത്രധാരണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മുട്ടുവരെയുള്ള പാൻറ് ധരിച്ചുകൊണ്ട്, ടീഷർട്ട് ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന പെൺകുട്ടികളെ അടക്കം മെല്ലെ അല്ലേ, ആദ്യം മടമ്പിൽ നിന്നും മെല്ലെ അല്പമൊന്ന് ഉയർത്തും പാൻറ്, പിന്നീട് അത് മെല്ലെ മെല്ലെ കയറി ഒടുവിൽ മുട്ടിൻ്റെ അടുത്തിലേക്ക് പാൻറ് എത്തുന്നത് നമ്മൾ തന്നെ അറിയാത്ത വണ്ണം നമ്മുടെ ഫാഷൻ ഭ്രമങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്ക് പരതി നോക്കിയാലും കിട്ടാത്തത്ര അത്രമേൽ നമ്മളുള്ളിലേക്ക് പലതും അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ തട്ടം നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിയിടുവാൻ ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ മാറിടങ്ങളിലേക്ക് നിങ്ങളുടെ തട്ടം താഴ്ത്തിയിടുക എന്ന അള്ളാഹുവിൻ്റെ ആഹ്വാനമല്ലേ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അതേ എന്ന് നമ്മൾ പറയും. പക്ഷേ പലപ്പോഴും ഏതാണ് നിങ്ങളിലേക്ക് ഇറങ്ങുന്ന ട്രെൻഡ് എന്ന് ചോദിച്ചാൽ ആദ്യം 2 അറ്റവും താഴ്ത്തിയിട്ടും പിന്നെ മെല്ലെ ഒരറ്റം മാത്രം പൊക്കിയും പിന്നെ മെല്ലെ മറ്റേ അറ്റവും പൊക്കിയിട്ടും ഒടുവിൽ നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുന്നത്ര മാത്രം ഇതിലെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നതിൽ ഒരു അവസ്ഥയിലേക്ക് നമ്മളറിയാതെ മാറ്റി തീർക്കുന്ന ചില ആശയങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മുട്ടിന് താഴെയുള്ള ടോപ്പാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോഴും അത് മെല്ലെ മെല്ലെ പൊങ്ങി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒടുവിൽ ടീഷർട്ടിന് സമമായ ഒരു ടോപ്പിനെ കുറിച്ച് അത് നിങ്ങൾ ഇട്ടത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാത്രം ഇത് തന്നെയാണല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ചുറ്റും വളർന്നു വരുന്ന ആശയങ്ങൾ നമ്മളെ മെല്ലെ മെല്ലെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്ന കരുതൽ തീർച്ചയായിട്ടും നമുക്ക് വേണം. നമ്മളൊരു ആദർശത്തിൻ്റെ വക്താക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ നമ്മളോട് സൂചിപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ്. നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ യാത്ര ചെയ്യുക, ഈ ആകാശത്തേക്ക് നിങ്ങൾ പറന്നുയരുക എന്നതാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം. പക്ഷേ സെൽഫ് ലവ് എന്നതിനപ്പുറത്തേക്ക് കുടുംബത്തെ കൂടുതലായി സ്നേഹിക്കുന്ന, അതിനേക്കാൾ സമൂഹത്തിലേക്കും സ്നേഹിക്കുന്ന, അതിനുമപ്പുറത്തേക്ക് ജനതയെയും ലോക ജനതയെയും നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്ന വിശാലമായ ഒരു ആശയത്തിലേക്കാണ് ഇസ്ലാം നമ്മളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സെൽഫ് ലവിനെ കുറിച്ച് മാത്രം ഇരുന്ന് ചിന്തിച്ച് എൻ്റെ സന്തോഷം,
എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം എന്നതിലേക്ക് ഒതുങ്ങിക്കഴിയുന്ന ഒരു കൂട്ടത്തെയല്ല GIO നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. മറിച്ച് അതിനപ്പുറത്തേക്ക് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും മനോഹരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന, അതിൻ്റെ നീതിയെക്കുറിച്ച് വർത്തമാനം പറയുന്ന ഒരു മനുഷ്യരിലേക്കാണ് തീർച്ചയായിട്ടും ഇസ്ലാം നമ്മളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സ്വന്തം ഇഷ്ടം എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനായിരിക്കും നമ്മൾ പ്രാധാന്യം നൽകുക. അത് തന്നെയാണ് മനോഹരമെന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കും. നമ്മൾ പല ഭാഷയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അനന്തരാവകാശത്തെക്കുറിച്ച് ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല കോളേജുകളിലേക്കും ആളുകളോട്, പെൺകുട്ടികളോട് പ്രത്യേകിച്ചും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അനന്തരാവകാശത്തിൻ്റെ കാര്യത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെ സ്വത്ത് വിഹിതം വെക്കുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അപ്പോൾ അവർ പറയും, അതെ. നിങ്ങൾക്ക് ഏക സിവിൽ കോഡ് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഏക സിവിൽ കോഡ് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞങ്ങൾക്ക് അനന്തരാവകാശം ഒരുപോലെ വിഹിതം വെക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ എന്തിനാണ് ഡിസ്ക്രിമിനേഷൻ എന്ന ഒരൊറ്റ പദം മാത്രമേ നമ്മൾ ചോദിക്കൂ. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് പറഞ്ഞതെന്നറിയാതെയാണ് പലപ്പോഴും നമ്മൾ വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് GIO കേരള കൃത്യമായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഇസ്ലാം ഒരു പെണ്ണിൻ്റെ മേൽ എത്രമാത്രം ബാധ്യതയാണ് ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങൾ സൂറത്തുൻ നിസാ ഒന്ന് പരിശോധിച്ച് നോക്കുക. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ആയത്ത് പറയുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതിന് ശേഷമാണ് അനന്തരാവകാശത്തെക്കുറിച്ചും അതിൻ്റെ ഖുമുസിനെ കുറിച്ചും സുദുസിനെ കുറിച്ചും റുബഇനെ കുറിച്ചും ഒക്കെ വർത്താനം പറയുന്നത്. ആദ്യമേ അനാഥ മക്കളുടെ അനന്തരാവകാശത്തെക്കുറിച്ച്, അവരുടെ സമ്പത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് അതവിടെ ഉറപ്പിച്ചു വെച്ചതിന് ശേഷം പെണ്ണിൻ്റെ മഹറിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. നിങ്ങൾ അവർക്ക് അവരുടെ മഹർ സന്തോഷപൂർവ്വം നൽകുക. എന്ന് പറഞ്ഞു തുടങ്ങുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, അതിൽ നിന്നും അവർ വല്ലതും നിങ്ങൾക്ക് സന്തോഷപൂർവ്വം തന്നാൽ നിങ്ങൾ എന്തെങ്കിലും അത് ഭക്ഷിച്ചു കൊള്ളുക. ഏത് മഹറിനെ കുറിച്ച്? നിങ്ങളിൽ എത്ര പേർക്ക്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ എത്ര ആളുകൾക്ക് സ്ത്രീധനമല്ലാത്ത വേറൊന്നിന് പരിചിതമായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആ നൂറ്റാണ്ടിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് ഈ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണത്? നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം എൻ്റെ മരുമകൾ എത്ര കെട്ടുകണക്കിന് പൊന്നും പണവുമാണ് കൊണ്ടുവന്നത് എന്നനുസരിച്ച് അവളോടുള്ള ഇഷ്ടവും അനിഷ്ടവും തൂക്കി നോക്കാം. അല്ലെങ്കിൽ അവൾക്ക് ഇനി എന്താണ് ഈ വീട്ടിൽ സ്ഥാനം, പൊസിഷൻ എന്നത് അവൾ കൊണ്ടുവരുന്ന പൊന്നിനും പണത്തിനും വെച്ച് തൂക്കി നോക്കാമെന്ന് കരുതുന്ന ആധുനിക ലോകത്ത് നിന്നും 6-ാം നൂറ്റാണ്ടിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയാണ് തീർച്ചയായിട്ടും GIO കേരളയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ, സ്ത്രീധനം ചോദിച്ച് വീട്ടിൻ്റെ പടി കയറുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ എൻ്റെ വീട്ടിൻ്റെ പടി നിങ്ങൾ ആ മോഹത്തോടുകൂടി കയറേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച ലക്ഷോപലക്ഷം പെൺകുട്ടികളെ സൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് GIOവിന് സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെ 2024 പോലും ഏറ്റവും മഹത്തരമായ കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നതും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അത്ര ചെറുതല്ല. അപ്പോൾ നിങ്ങൾക്ക് നൽകിയ പണം പെണ്ണിനോടാണ് പറയുന്നത്, അവൾക്ക് നിങ്ങൾ പുരുഷനോടാണ് പറയുന്നത്, നിങ്ങൾ അവളുടെ മഹർ നിങ്ങൾ സന്തോഷത്തോടു കൂടി നൽകണം. അമർഷത്തോടു കൂടിയല്ല, ആത്മസംഘർഷത്തോടു കൂടിയല്ല, സന്തോഷപൂർവ്വം അത് നൽകുക. ഇനിയോ മഹർ അവൾക്കുള്ളതാണ് അല്ലേ? അമ്മായിയമ്മ പിറ്റേന്ന് ദിവസം ഇത് എൻ്റെ അലമാരയിലേക്ക് ഞാൻ കാത്തുവെച്ചോളാം മോളെ എന്ന് പറഞ്ഞാൽ അത് അനീതിയാണെന്ന് പഠിപ്പിക്കപ്പെട്ടു. അത് അനീതിയാണെന്ന് പറയുവാൻ പ്രാപ്തരായ ഒരു കുടുംബ സംവിധാനത്തെ ഉണ്ടാക്കി കൊടുത്തു ഇസ്ലാം. അതുകൊണ്ട് അതിൽ നിന്നും വല്ലതും നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങളത് ഭക്ഷിച്ചു കൊള്ളുക. അതല്ല എങ്കിൽ കടമാണെങ്കിൽ പോലും അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരു ആദർശത്തെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അനന്തരാവകാശത്തിൻ്റെ കാര്യത്തിൽ ആണിനും പെണ്ണിൻ്റെയും കാര്യത്തിൽ ഡിസ്ക്രിമിനേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു പെണ്ണിൻ്റെ ഭക്ഷണവും അവളുടെ വസ്ത്രവും അവളുടെ വിനോദവും അവളുടെ പാർപ്പിടവും ഒക്കെയും ആണിൻ്റെ ബാധ്യതയാണെന്ന് പഠിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവൾ സമ്പാദിക്കേണ്ടതില്ല, ഇനി അവൾ വല്ലതും സമ്പാദിച്ചാൽ അത് അവൾക്കുള്ളതാണെന്ന് പഠിപ്പിച്ച ഒരു ആദർശത്തിനെയാണ് ആളുകൾ പറയുന്നത് പഴഞ്ചനെന്ന്. ഇനിയോ പെണ്ണ് പണിയെടുക്കണമെന്നും ഞാനും നീയും ഒരുപോലെ സമ്പാദിക്കുകയും ഒരുപോലെ ചിലവഴിക്കുകയും ചെയ്യുന്ന ലിവിങ് ടുഗദറാണ് ഉഷാറെന്ന് പറയുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള ചതിയൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. പ്രസവിക്കേണ്ടത് ആരാണ്? പെണ്ണാണ്. കുഞ്ഞിന് പാലൂട്ടേണ്ടത് ആരാണ്? പെണ്ണാണ്.
കുഞ്ഞിനെ വളർത്തേണ്ടതും ഏറ്റവും കൂടുതൽ ബാധ്യതയുമാർക്കാണ്? പെണ്ണിനാണ്. എന്നാലോ സമ്പത്ത് ചെലവഴിക്കേണ്ടതും അധ്വാനിക്കേണ്ടതും കൂടി ഞാനാണ് എന്ന് പറയുന്നത് വലിയ പുരോഗമനമായി കാണുന്ന ഒരു കാലത്തിനെ കുറിച്ച്, അതിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നു, മാതാവ് എന്ന് പറയുന്നത്, മാതൃത്വം എന്നത് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് പറയാതെ വയ്യ. എന്താണ് മാതൃത്വത്തിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ്? എന്താണ് മാതൃത്വത്തിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ്? വളർന്നു വരുന്ന കൺസെപ്റ്റ് എന്താണ്? പ്രസവം എന്ന് പറയുന്നത്, കല്യാണം എന്ന് പറയുന്നത് അത് പരമാബദ്ധമാണ്, അല്ലേ? കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞ് കളയുന്നതാണ് കുടുംബം എന്ന കൺസെപ്റ്റ് ഇസ്ലാമിനുണ്ടോ? ആരാണ് നമ്മളെ അത് പഠിപ്പിച്ചത്? ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ ഒന്നോ അതിൽ കവിഞ്ഞ് രണ്ടോ, അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ കുഞ്ഞേ വേണ്ട, എൻ്റെ സ്വാതന്ത്ര്യം അത് ഇല്ലാതാക്കി കളയുമെന്ന് പറയുന്ന സ്വന്തം സെൽഫ് ലവിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നിടത്ത് നിന്ന് ഇസ്ലാം നമ്മളെ അതിൽ നിന്നും, ആ പ്രലോഭനത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകണമെന്ന് ഇസ്ലാം വീണ്ടും വീണ്ടും പറയുന്നു. അതുകൊണ്ടാണ് മാതൃത്വം എന്ന് പറയുന്ന പൊസിഷനെ ഇത്രമാത്രം മഹത്വവൽക്കരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താ അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്രസവിച്ചു കൂട്ടണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നിടത്തേക്കല്ല. എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കാൻ തീരുമാനിച്ചിരുന്നില്ല എങ്കിൽ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നു എന്ന ഫാക്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈൻ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഉമ്മ തന്നെ ഗർഭം ധരിച്ചതും 2 വർഷക്കാലം പാലൂട്ടുകയും ചെയ്ത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ പൊസിഷനെ കുറിച്ചാണ് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഒരു ആവശ്യം, കുഞ്ഞെന്ന ആവശ്യം പെണ്ണിനുണ്ട് എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളിലും പലരുടെയും ഈ കുഞ്ഞെന്ന സ്ത്രീയുടെ വൈകാരികമായ അവളുടെ ആഗ്രഹത്തിനെ ക്ഷമിപ്പിക്കുന്നത് പലപ്പോഴും പെറ്റ്സ് ആണല്ലേ. ഒന്നെങ്കിൽ ക്യാറ്റ്, അല്ലെങ്കിൽ ഡോഗ്, അല്ലെങ്കിൽ ദത്തെടുത്ത കുട്ടികൾ. എല്ലാവരുടെ കയ്യിലും അതുണ്ട്. എന്നാൽ മാതൃത്വം എന്ന് പറയുന്നതിനെ പെറ്റുകളിൽ ഒതുക്കുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചല്ല, മറിച്ച് പ്രഗ്നൻസിയും പ്രസവവും എന്ന് പറയുന്നത് തന്നെ ഒരു പെണ്ണിൻ്റെ നെഗറ്റീവായ പദവിയല്ല, പോസിറ്റീവായിട്ടുള്ള പദവിയാണ് എന്ന് തീർച്ചയായിട്ടും ഇസ്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചതിക്കുഴിയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, അതിൻ്റെ വഞ്ചനകളിൽ നിന്നും, ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി കൂടിയാണ് തീർച്ചയായിട്ടും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഗസയെക്കുറിച്ച് പറഞ്ഞു, ഗസയുടെ ഒരുപാട് അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഹയ എന്ന പെൺകുട്ടിയുടെ ഒരു കത്ത് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ടാവും. എന്താണ് പറയുന്നത്? 45 ശക്കൽ ഉമ്മ എൻ്റെ കയ്യിലുണ്ട്, അതെൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കണം, എൻ്റെ അഞ്ചത്തിക്ക് കൊടുക്കണം, എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കണം, എൻ്റെ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കേണ്ടുന്ന ഓരോരുത്തരുടെയും ലിസ്റ്റ് മനോഹരമായ ഒരു കത്തിൽ കുഞ്ഞി കൈപ്പടത്തിൽ എഴുതിയിരിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ മേൽ, ആകാശത്തിന്മേൽ തീ തുപ്പുന്ന മിസൈലുകൾ ഏത് സമയത്തും എൻ്റെ മേൽ പതിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട് ഉമ്മ, പക്ഷേ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടികൾ അടങ്ങുന്ന ഗസയെക്കുറിച്ച് ആരാണ് അവർക്ക് ഈ മനോവീര്യം നൽകുന്നതെന്ന് ചോദിച്ചാൽ, കള്ള ഉരുളക്കിഴങ്ങിനെ കുറിച്ചിട്ടാണ് ഈ അടുത്തൊരു ആർട്ടിക്കിൾ വായിച്ചത്. എന്താണ് കള്ള ഉരുളക്കിഴങ്ങ്? 11 മാസക്കാലമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് കിട്ടാത്തതിൻ്റെ പേരിൽ മൈദ ഉരുട്ടി കള്ള ഉരുളക്കിഴങ്ങ് തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ, ഉമ്മ ഇത് ഉരുളക്കിഴങ്ങാണോ, എന്നും എനിക്കിത് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, എന്നും നിങ്ങൾക്കിത് കിട്ടോ മക്കളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഉമ്മമാരെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരേ സമയത്ത് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെയും മരണത്തിൻ്റെ ആ പിടിയിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് പിന്നെയും ഒടുവിൽ മരണത്തെ പുൽകേണ്ടി വരുന്ന കൊച്ചുമക്കളുടെ ആ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അപ്പോഴും അവർ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ വേറൊന്നിനെയും ഭയപ്പെടുന്നില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയഖവിഫൂനക ബില്ലദീന മിൻ ദൂനിഹി. മറ്റു പലരെയും പറഞ്ഞ് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അവൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ? ഇതൊരു ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ ശാസനകൾ അത് മതിയായതല്ലേ? അള്ളാഹു നൽകുന്ന കരുത്ത് നിങ്ങൾക്ക് പോരെ? മറ്റു പലരെയും പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? പ്രവാചകരെ, താങ്കൾ ഭയപ്പെടേണ്ടതില്ല എന്ന ആഹ്വാനം നമ്മളോടുകൂടിയാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വേറൊന്തെന്ന് കാണിച്ച് നമ്മെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാലും, ഏതൊന്നിൻ്റെ പേരിൽ നിങ്ങൾ തലകുനിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞുകൊണ്ടേയിരുന്നാലും, ഏതൊന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഭീരുക്കളായി തീരണമെന്ന് പറഞ്ഞാലും അതിന് ഞങ്ങളെ ലഭിക്കില്ല എന്നും, ചിലതിനോട് നോ പറയേണ്ടിടത്ത് നോ പറയുവാനും വരുന്നോ നിങ്ങളെന്ന് ചിലപ്പോൾ ചോദിക്കും, അല്ലേ? നമ്മുടെ മുമ്പിലുള്ള പല ആശയങ്ങളും നമ്മളോട് പറയും, ഒന്ന് കൂടുകയല്ലേ,
ഒന്നിരിക്കല്ലേ. അതിനെന്താ പ്രശ്നം? ബെസ്റ്റിയും ഇത് ലവറുമാണ് അല്ലേ? പലപ്പോഴും പല ആഖ്യാനങ്ങൾ നമ്മുടെ മുമ്പിൽ, പല പദപ്രയോഗങ്ങളുമുണ്ട്. ഇങ്ങനെയല്ലേ, പ്രശ്നമില്ലല്ലോ, എന്താണ് അതിന് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല മുദ്രാവാക്യങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. എൻ്റെ കൊച്ചനുജത്തിമാരോട് എനിക്ക് അവസാനമായിട്ട് പറയുവാനുള്ളത്, നമുക്ക് മുമ്പിൽ ഒരുപാട്, നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ മലബാർ സമരത്തെക്കുറിച്ച്, മലപ്പുറത്തെ തന്നെ സമരത്തെക്കുറിച്ച്, മലപ്പുറത്തെ സമരത്തെക്കുറിച്ച്, നമ്മൾ അതിലെ മാളു ഹജ്ജുമ്മയെക്കുറിച്ചും അതിലുള്ള ചിരുത എന്ന ആയിഷയെക്കുറിച്ചുമൊക്കെ, ചേരൂർ പടയൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യർ അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് നിത്യപ്രചോദനമാകണം. ഒടുവിൽ നമുക്ക് പറയുവാൻ സാധിക്കണം, ഷഹീദ് യഹിയ സിൻവാർ പറഞ്ഞതുപോലെ, അദ്ദേഹം മരിച്ചെന്ന ഷഹാദത്ത് അദ്ദേഹത്തിന് ഷഹീദായതിനു ശേഷം അറബ് നാടിൽ പ്രചാരം നേടിയ ഒരു പദമുണ്ടത്രേ. അത് റമൈതു ബി അസാ സിൻവാർ എന്നാണ്. സിൻവാറിൻ്റെ വടി കൊണ്ട് ഞാൻ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ, എൻ്റെ കൊച്ചനുജത്തിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ആ പദം പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിങ്ങൾ പോരാടാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി, ഇസ്ലാമിൻ്റെ ആദർശത്തിന് വേണ്ടി, ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ദീനിൻ്റെ ഇസ്സത്തിന് വേണ്ടി റമൈതു ബി അസാ സിൻവാർ, സിൻവാറിൻ്റെ വടി കൊണ്ട് ഞാൻ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എൻ്റെ പരിശ്രമത്തിൻ്റെ അങ്ങേയറ്റം ഞാൻ പരിശ്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് വേണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും, റബ്ബേ നിൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ പണിയെടുത്തത്, ഈ കർമ്മങ്ങളൊക്കെ നാഥാ നീ സ്വീകരിക്കണമേ, ഞങ്ങളുടെ കാലടിപ്പാടുകളെ നീ ഉറപ്പിച്ചു നിർപ്പെടുത്തണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ, യഥാർത്ഥ ദീനിൻ്റെ അവകാശികളാക്കിയിട്ട് നീ ഞങ്ങളെ മാറ്റണമേ എന്ന പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.